വീഡിയോയിലേക്ക് പോകട്ടെ. ഇന്ന് ഞാൻ എന്താ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പാമരാതി തൈലമാണ്. ഈ നാൽപ്പാമരാതി തൈലത്തിന്റെ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഔട്ട് ബ്രേക്കിംഗ് റിസൾട്ട് കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാൽപ്പാമരാതി തൈലത്തിന്റെ 7 days ചാലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഇന്നിപ്പോ 7 days കഴിഞ്ഞതിപ്പോ 9ാമത്തെ ദിവസമാണ്. ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായി. ഈ 7 day ചാലഞ്ച് എന്നുള്ളത് ഒരു 9-10 days ചാലഞ്ച് ആയി ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ നാൽപ്പാമരാതി തൈലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിനു മുന്നേ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഫേസില് മഞ്ഞൾ അലർജി ഉള്ള ആൾക്കാർ ഒരിക്കലും ഈ തൈലം വാങ്ങി ഉപയോഗിക്കരുത്. കാരണം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ മെയിൻ ആയിട്ടുള്ള ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളാണ്. അപ്പൊ മഞ്ഞൾ അലർജി ഉള്ളവർ ഒരിക്കലും ഇത് ട്രൈ ചെയ്യരുത് കേട്ടോ. പിന്നെ എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്താ പറയാ, എന്റെ ഒരു റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ എന്റെ ഫേസിലുള്ള പിമ്പിൾസ് കുറഞ്ഞു. അതുപോലെ പിമ്പിൾസിന്റെ മാർക്കുകൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഡിമ്മായി വരുന്നുണ്ട്. പിന്നെ എനിക്കിത് ഉപയോഗിച്ച് പിന്നെ പുതിയതായിട്ടുള്ള ഔട്ട് ബ്രേക്കിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും പിമ്പിൾസ് മാറിയതിന്റെ എന്താ പറയാ മാർക്സ് ആണ് കേട്ടോ ഇത്. ഇപ്പൊ എന്റെ ഫേസ് ഇങ്ങനെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പുതിയ ഒരു പിമ്പിൾസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പിമ്പിൾസ് പോയതിന്റെ പോസ് ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. പിന്നെ ഇതേ മാർക്സ് നല്ലോണം ഡിമ്മായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയൊരു റിസൾട്ട്. പിന്നെ ഞാൻ ഈ നാൽപ്പാമരാതി തൈലം യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ എന്റെ ഫേസിൽ എത്രത്തോളം പിമ്പിൾസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പിമ്പിൾസ് മാർക്സിന് എത്രത്തോളം ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ എന്താ പറയാ അപ്ലോഡ് ചെയ്യും കേട്ടോ ഫോട്ടോസ്. അപ്പൊ ആ ഫോട്ടോസും കൂടി നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഞാൻ എന്താ പറയണത് എത്രത്തോളം അതിൽ സത്യം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്റെ ഫേസിൽ അത്രത്തോളം പിമ്പിൾസ് ഉണ്ടായിരുന്നു. പിമ്പിൾസിനേക്കാളും കൂടുതൽ എനിക്ക് പിമ്പിൾസ് മാറിയിട്ടുള്ള മാർക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാനിത് എങ്ങനെ ഉപയോഗിച്ചതെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ വൈകുന്നേരം വെയിൽ അറിയതിനു ശേഷമാണ് കേട്ടോ ഞാനിത് എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തത്. കാരണം ഞാനിങ്ങനെ കുറെ പറയണ കേട്ടിട്ടുണ്ട്, വെയില് ആറിയിട്ടാണ് നമ്മുടെ ഫേസിൽ ഏതൊരു കാര്യം ചെയ്യുന്നത് നല്ല രീതിയിൽ വർക്ക് ആവുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ അത്യാവശ്യം വീടിന്റെ പുറത്തേക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങുമല്ലോ. അപ്പൊ നമ്മൾ ഈ വക ഇതുപോലത്തെ ഓയിൽസ് ഒന്നും യൂസ് ചെയ്തിട്ട് വെയിൽ കൊള്ളണത് നല്ലതല്ല. അതുകൊണ്ടാണ് ഞാനൊരു 4 മണിക്ക് ശേഷം 3:30-4 മണിക്ക് ശേഷമാണ് ഞാൻ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തത്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം മെയിൽ കഴുകാൻ പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ ഒരു 2-3 ഡ്രോപ്പ് എടുത്ത് എന്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അത് ഫേസിൽ ലീവ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ ചെയ്യുക, ടി വി കാണാം, ഫോണിൽ നോക്കിയാണെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് നമുക്ക് എന്താണോ അത് ആ ഒരു 1 അവറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ വെച്ചാൽ അതൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോകുമ്പോഴാണ് എന്റെ ഫേസ് ഞാൻ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാനിത് എന്റെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കടലമാവാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കടലമാവും ചെറുപയർ പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതായിട്ടാണ് കേട്ടോ ഈ ബോട്ടിൽ. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്റെ ഫേസ് കഴുകാറുള്ളത്. അതിന് റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതില് ഇപ്പൊ മഞ്ഞളും അതുപോലെ ഓയിലായി ഒക്കെ ആയിട്ടുള്ളതല്ല. അപ്പൊ ഈ ഒരു ഓയിൽ കണ്ടന്റ് ആയാലും ഈ മഞ്ഞളുടെ ആ മഞ്ഞ നിറമൊക്കെ പോവാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് പൗഡേഴ്സ്, ഹോം മെയ്ഡ് ഫേസ് വാഷസ് ആണ്. നമുക്ക് അത്രയും എക്സ്ട്രീം ലെവലിന് ആ കളേഴ്സിനൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ചെയ്യാം. ഇപ്പൊ നമ്മള് ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല. നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകിയാലും നമ്മൾ തോർത്തെടുത്ത് ഡാബ് ചെയ്യുമ്പോൾ ചെറിയൊരു മഞ്ഞ കളറൊക്കെ നമ്മുടെ തോർത്തിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്താ പറയാ ഈ ചെറുപയർ പൊടിയും കടലമാവും കൂടിയും മിക്സ് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിച്ചിട്ടാണ് എന്റെ ഫേസ് കഴുകുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫേസ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു ടോപ്പ് എടുത്തു വെക്കുക. കാരണം നമ്മൾ ഇത് മഞ്ഞളാവുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ ആകെ സ്പ്രെഡ് ആവും. അപ്പൊ പിന്നെ ഇതിങ്ങനെ നമ്മുടെ ഡ്രസ്സിലേക്കൊക്കെ സ്പ്രെഡ് ആവും. അത് പിന്നീട് ഒരു എന്താ പറയാ പർപ്പസ്ഫുൾ ആയിട്ട് അത് യൂസ് ചെയ്യാൻ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ക്ലോത്ത് എടുത്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ എനിക്ക് ഇതിനെ കുറിച്ച് അത്ര നെഗറ്റീവ്സ് ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഒരു 8-9 ദിവസമായി എന്നിട്ടും എനിക്ക് പുതിയൊരു ഔട്ട് ബ്രേക്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഔട്ട് ബ്രേക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഫേസിൽ പിമ്പിൾസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോ ഞാനിത് എന്തായാലും എന്താ പറയാ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യും. കാരണം ഇതുപോലത്തെ ഒരു റിസൾട്ട് കിട്ടുമ്പോ അതുപോലെ എന്താ പറയാ ഫേസ് ഒന്ന് സ്മൂത്തിങ് എഫക്റ്റ് ഒക്കെ എനിക്ക് കിട്ടുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്.
അപ്പോ ഇതുപോലത്തെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ ആരായാലും ആ ഒരു പ്രൊഡക്റ്റ് ഹാഫ് വെച്ചിട്ട് എന്താ പറയാ കട്ട് ചെയ്യില്ലല്ലോ, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാനല്ലേ ശ്രമിക്കുള്ളൂ. അപ്പൊ ഞാനിത് എന്തായാലും കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കും. അപ്പോ നിങ്ങൾക്കും എന്താ പറയാ ട്രൈ ചെയ്ത് നോക്കുക. ഫേസിലത്തെ ഇങ്ങനെ പറയാ പിഗ്മെന്റേഷൻ, അതുപോലെ ബ്ലാക്ക് കളറിൽ പിമ്പിൾസ് ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള മാർക്കുകൾ, അതുപോലെ കണ്ണിന് ചുറ്റുള്ള മാർക്കുകളും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ പ്രൊഡക്റ്റ് ആണ് നാൽപ്പാമരാതി തൈലം. ഞാനിതില് 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ പിന്നെ ഞാൻ എടുത്തു പറയാണ്, മഞ്ഞൾ അലർജിയുള്ള ആൾക്കാർ ഒരിക്കലും യൂസ് ചെയ്യരുത്. പിന്നെ ഇപ്പോ ഡ്രൈ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിൻകാർക്കും അതുപോലെ ഓയിലി സ്കിൻകാർക്കും എന്താ പറയാ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഓയിലി സ്കിൻ ആവുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ സ്കിന്നിൽ ഒരു 5-6 ഡ്രോപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഓയിലി സ്കിൻകാര് ഒരു 1-2 ഡ്രോപ്പ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കുക, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വേറെ അതിനപ്പുറത്തേക്ക് വേറൊരു എന്താ പറയാ റെമഡീസ് എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ഒരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. എന്റെ ഫേസിലെ സ്കാർസ് ഒക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഞാനിത് എങ്ങനെയാ അപ്ലൈ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോ ഞാനിത് ഞാൻ ഈ വീഡിയോയിൽ കുറെ തവണ ഇങ്ങനെ അപ്പോ എന്ന് പറയണ്ടല്ലേ, അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അപ്പോന്ന് വരികയാണ്, അതറിയില്ല എന്താ, നമുക്ക് മാറ്റാട്ടോ. പിന്നെ നമ്മള് ഓയിൽ എങ്ങനെയാ ഫേസിൽ അപ്ലൈ ചെയ്യണേന്ന് നോക്കാം. ഞാനിത് എടുക്കുന്നത് വെറും ഒരു കുറച്ചൊരു ക്വാണ്ടിറ്റി ആയിട്ട് ഞാൻ എടുക്കണേ, ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒളിച്ചു പോകും, ദേ ഇത്രയ്ക്ക് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ എന്റെ ഫേസ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. ഇത്രയല്ലോ, ജസ്റ്റ് കുറച്ചൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒന്ന് കയ്യിൽ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്കില് ശരിക്കും സത്യം പറഞ്ഞാൽ നെക്കിൽ അപ്ലൈ ചെയ്യണം. പക്ഷെ ഞാനിപ്പോ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എന്റെ ഡ്രസ്സ് കുറച്ച് എന്താ പറയാ പുറത്തേക്ക് വരുന്ന ഡ്രസ്സ്, അപ്പൊ ഇതിലും കൂടി മഞ്ഞളാവില്ലേ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നെക്കിൽ അപ്ലൈ ചെയ്യാത്ത. അപ്പൊ ഇത്രയുള്ളൂ നമുക്ക് എന്താ പറയാ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത്. കുറച്ചൊരു ക്വാണ്ടിറ്റി എടുക്കുക, ഒന്ന് റബ്ബ് ചെയ്യുക, എന്നിട്ട് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ക്വാണ്ടിറ്റി പോലെ നമ്മുടെ ഫേസിൽ അബ്സോർബ് ആവണ പോലെ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്ര സിമ്പിൾ ആണ് കേട്ടോ നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ എന്താ പറയാ, പിന്നെ ഒന്നുമില്ല, ഇത്ര തന്നെയുള്ളൂ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞ കളറ് നിങ്ങൾക്ക് എന്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു മഞ്ഞ കളറ്. ഇപ്പൊ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ മഞ്ഞ കളറ്. ശരിക്കും ഈ എണ്ണയുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോയിഷ് കളറാണ്. നമ്മൾ ഈ മഞ്ഞളൊക്കെ ഇങ്ങനെ കല്ലും മരച്ചിട്ട് എടുക്കില്ല, ആ ഒരു കളറാട്ടോ എണ്ണയുടെ. ഇത്രയുള്ളൂ. അപ്പൊ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 1 hour ഫേസിൽ ഇട്ടിട്ട് കഴുകിക്കളയാ. അപ്പൊ ഇത്ര സിമ്പിൾ ആണ് നമ്മുടെ നാൽപ്പാമരാതി തൈലത്തിന്റെ എന്താ പറയാ പ്രൊസീജിയേഴ്സ് ആയാലും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതായാലും. പിന്നെ ഇതിന്റെ എനിക്ക് റേറ്റ് വന്നത് 110 rupees ആണ് കേട്ടോ. ഈ ഒരു ബോട്ടിലിന് ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഈ ഒരു ബോട്ടിലിന് എനിക്ക് 110 rupees ആയി. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എണ്ണയാണ്. കാരണം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയ്ക്കും റിസൾട്ട് കിട്ടുമ്പോൾ ഈ 110 rupees അത്ര വലിയ എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുത്തു കാണുന്ന ചെറിയൊരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് എന്റെ എല്ലാ വീഡിയോസും കണ്ടിന്യൂ ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.